ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റിലേക്ക് പോവാം. ക്യാപ്റ്റൻസി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രോമോ പുറത്ത് വന്നിരിക്കുകയാണ്. ഒനീൽ, ജിസേൽ, ആദില ഇവർ 3 പേരുമാണ് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത്. അപ്പൊ പ്രോമോ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്ത് ലൈസൻസ് ആണ്? ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, പ്ലെയിൻ പറത്താനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ടാസ്ക് പ്ലെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പിന്നെ ടാസ്ക് എന്താണെന്ന് കാണിക്കുന്നുണ്ട് പ്രൊമോയ്ക്കകത്ത്. പേപ്പർ റോക്കറ്റ് ഉണ്ടാക്കി പറത്തി വിടുന്ന ഒരു ടാസ്ക് ആണ്. അപ്പോൾ കൊച്ചി എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ട്രാക്കിൽ പറത്തി കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യിക്കണമായിരിക്കും. എൻഡ് പൊസിഷനിൽ ലാൻഡ് ചെയ്യിപ്പിക്കണമായിരിക്കും. അങ്ങനെ ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ആളായിരിക്കും ജയിക്കുന്നത്. എന്റെ ബലമായ സംശയം ഒനീൽ ഈ ടാസ്ക് ജയിക്കുന്നുണ്ട് എന്നാണെന്ന് തോന്നുന്നു. ഒനീല് ജയിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അറിയില്ല, നാളെ കണ്ടതിന് ശേഷം പറയാം. ഒനീല് ജയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല ആ ഒരു കാര്യം എന്താണെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു ക്യാപ്റ്റൻസി ഇത്തവണ സെലക്ട് ചെയ്തത് വളരെ അൺഫെയർ ആയിട്ടുള്ള രീതിയിലാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ജിസേലിനെ സെലക്ട് ചെയ്തത് വളരെ അൺഫെയർ ആയിട്ടുള്ള രീതിയിലാണ്. ബിഗ് ബോസ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് ഓഫ് പാനൽ ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില, ലക്ഷ്മി, ആര്യൻ ഇവര് 3 പേരിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്ട്ലി പോകും എന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുമാണ് ആദില നോമിനേറ്റ് ആയത് ക്യാപ്റ്റൻസിയിലേക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജിസേലാണ്. ജിസേൽ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഷാനവാസും ജിസേലും 2 പേരും ഈ ഒരു ക്യാപ്റ്റൻസി റേസിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി, ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി തീരുമാനിച്ചത് ജിസേലിനെയാണ്. അപ്പൊ ഇതൊരു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. പെർഫോമൻസ് വൈസ് ഡ്യൂട്ടി ചെയ്തതാണെങ്കിലും, ഫിസിക്കൽ ഡ്യൂട്ടി ചെയ്തതാണെങ്കിലും, കോണ്ടന്റ് കൊടുത്തതാണെങ്കിലും, എന്റർടൈൻമെന്റ് കൊടുത്തതാണെങ്കിലും ഷാനവാസ് ആണ് ഒരു പടി കൂടുതൽ കൊടുത്തത്. പേഴ്സണൽ ഗ്രഡ്ജ് കാണിച്ച് ഇവര് ഷാനവാസിനെ വോട്ട് ചെയ്യിപ്പിച്ച് ക്യാപ്റ്റൻ ആക്കാതെ ഇരുന്നതാണ്, ക്യാപ്റ്റൻസി റേസിൽ പങ്കെടുപ്പിക്കാതിരുന്നതാണ്. അത് ജിസേലിന് കൊടുത്ത് ആ രീതിയിൽ ഇവര് വഴിതിരിച്ച് വിട്ടതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ അതൊരു അൺഡിസേർവിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.